എനിക്കാണെങ്കിൽ ജസ്റ്റ് ലൈറ്റ് മേക്കപ്പ് മതി, ഒരുപാട് അങ്ങ് എടുത്ത് കാണിക്കുന്നുണ്ട്. നോർമൽ സ്കിൻ ടോൺ മതി, ഒന്ന് മനക്കാക്കി വരുന്നത് മാത്രം. പിന്നെ ഫേസ് ഹെയർ ആണെങ്കിലും പുട്ടപ്പ് ചെയ്യുമ്പോഴേക്കും തോന്നുന്നു മുഖം വീണ്ടും റൗണ്ട് ആവും. രണ്ടും നോക്കാം. മുഖം ഒന്നും ഈ ജോലൈൻ ഒന്നും പല ലാംഗ്വേജ് ഇവിടെ വേറെ ആയിരിക്കും. ഹോട്ടൽ ലാംഗ്വേജ് ഞങ്ങൾ ജനിച്ചു വന്ന അവിടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആ സ്ലാങ്ങേ വരത്തുള്ളൂ. അപ്പൊ എനിക്ക് ജോലൈൻ ഒന്നും ശരിയാക്കി തന്നത്. കാരണം കഴിഞ്ഞെടുത്തതിനകത്ത് എനിക്ക് നോർമൽ ഉള്ളതിനേക്കാളും വീണ്ടും ഭയങ്കരമായിട്ട് റൗണ്ട് എടുത്ത് കാണിച്ചു. അപ്പൊ അത് വേണ്ട, അതങ്ങനെ ഐലാഷസും വേണ്ട, ലെൻസും വേണ്ട. അപ്പോൾ അനുവിന് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ആയിരുന്നു. അനുവിൻ്റെ ഫേസ് വന്നിട്ട് കുറച്ച് ചബ്ബി ആയതുകൊണ്ട് ഒന്ന് ഒതുക്കി പിടിക്കണം. പിന്നെ ഹെയർ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. പുട്ടപ്പ് വരുമ്പോൾ ഒരു ബൺ സ്റ്റൈലൊക്കെ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കുറച്ചും കൂടി ഫേസ് എടുത്ത് കാണിക്കുക എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മാക്കിൻ്റെ പ്രപ്പ് പ്ലസ് പ്രൈമാണ് കേട്ടോ അടിച്ചെടുത്ത്. അതെനിക്ക് ആക്ച്വലി ഇടയ്ക്ക് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ ഒരു വെള്ളി വീഴാറുണ്ട്. അതിപ്പോൾ നോർമലി ഇപ്പോൾ ആര് പറഞ്ഞാലും ഇടയ്ക്കൊക്കെ വരും. ഞാൻ പക്ഷെ അത് എഡിറ്റൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പ്രപ്പ് പ്ലസ് പ്രൈം അടിച്ചു കൊടുത്തു. അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് തന്നെ അതൊന്ന് അബ്സോർബ് ആവണം. നമ്മൾ കൈ കൊണ്ടൊന്ന് ടാബ് ചെയ്തിറങ്ങി അങ്ങനെ ആക്കരുത്. അത് തന്നെ അബ്സോർബ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഫസ്റ്റ് ക്ലെൻസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോണർ കേട്ടോ ചെയ്ത് കൊടുക്കാറ്. ഞാൻ മിക്കതും അതൊക്കെ തന്നെയാണ് ചെയ്യാറ്. മാക്ക് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അനുവിൻ്റെ ഓൺ ഹെയറിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നല്ലതുപോലെ ഫുള്ള് അയണിങ്ങും കൊടുത്തു. ഞാൻ ഹെയറിൻ്റെ വീഡിയോ ഇട്ടുണ്ട് കേട്ടോ. ഹെയർ എങ്ങനെയാണ് ചെയ്യണത് എല്ലാവരും ചോദിച്ചായിരുന്നു. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടോളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ട്രീറ്റഡ് ഹെയർ വന്നാൽ മാത്രമേ അയണിങ് അവോയ്ഡ് ചെയ്യുള്ളൂ. അല്ലാത്ത ഹെയറൊക്കെ നമ്മൾ ഇതുപോലെ നല്ല പോലെ അയണിങ് കൊടുത്തതിന് ശേഷം ക്രിംപ് ചെയ്യുള്ളൂ. എന്നാലാണ് ആ ഒരു ഫിനിഷിങ് നമുക്ക് ഹെയറിൽ കിട്ടുള്ളൂ. അപ്പോൾ നല്ലതുപോലെ നമ്മൾ അയണിങ് ചെയ്യാൻ കേട്ടോ. അത് എന്നെ സ്റ്റാഫാണ് കേട്ടോ, ചേച്ചിയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തായിരുന്നു. അത് ഞാൻ PSCയുടെ പൗഡർ പാലറ്റാണ് കേട്ടോ യൂസ് ചെയ്തത്. ആളുടെ ഐബ്രോ വന്നിട്ട് നല്ല തിക്കാണ്. ഈ തിക്കായിട്ടുള്ള ഐബ്രോസിന് നമുക്ക് ഒത്തിരി പോമേഡും ജെല്ലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗണും ഒരു മീഡിയം ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുക. ഞാൻ ഐബ്രോൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ പൗഡർ വെച്ചിട്ട് ആളുടെ ഐബ്രോസൊക്കെ നല്ലതുപോലെ ഫില്ല് ചെയ്ത് ഒന്ന് ഡിഫൈൻ ചെയ്തെടുത്തായിരുന്നു കേട്ടോ. പിന്നെ ആൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ഗ്ലോ വേണം, ഇതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആളുടെ കൺസേൺസൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ടുള്ളൊരു മേക്കപ്പ് ആയിരുന്നു. അനുവിന് ഒത്തിരി ഇഷ്ടമായി എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ നല്ല പോലെ ലാസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. അനുവിൻ്റെ അനിയത്തിമാർ രണ്ടാളും കൂടെ ഉണ്ടായിരുന്നു. അവർക്കും ലൈറ്റ് മേക്കപ്പും ഹെയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് പതുക്കെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐബ്രോസാണ് ഞാൻ എപ്പോഴും ഫസ്റ്റ് ചെയ്യാറ്. ദെൻ ഐ മേക്കപ്പ് ചെയ്തു. ഐ മേക്കപ്പാണ് കുറച്ച് എടുത്ത് കാട്ടേണ്ട രീതിയിൽ ചെയ്യാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലതുപോലെ ഒരു കൺസീലിങ് കൊടുത്തു. കൺസീലർ നമ്മൾ ടാർട്ടിൻ്റെ ഒരു മീഡിയം ഷെയ്ഡ് വെച്ചിട്ട് കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഐ മേക്കപ്പ് വന്നിട്ട് ജസ്റ്റ് ഒരു സ്മോക്കി കൊടുത്തിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തായിരുന്നു. ലെൻസോ ലാഷസോ ഒന്നും വെച്ചായിരുന്നില്ല. ആൾക്കത് ഒന്നും വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. നല്ല സെൻസിറ്റീവ് സ്കിന്നാണ്, എന്നാൽ ഡ്രൈ ആണ്. അപ്പോൾ ഞാനാണെങ്കിൽ മേക്കപ്പ് എല്ലാം വളരെ പതുക്കെ ചെയ്ത് ഞങ്ങൾ 4 മണിക്കൂർ കൊണ്ടാണ് ഇവരുടെ എല്ലാവരുടെയും തീർത്തത്. അപ്പോൾ ഈ 4 മണിക്കൂറിൽ ഞാൻ എപ്പോഴും മേക്കപ്പിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് അങ്ങനെ ഇത്ര തോന്നുന്നുണ്ടായിരുന്നു. നമ്മൾ ചെയ്ത് വരുമ്പോൾ ഓരോന്ന് പഠിക്കുമെന്ന് പറയുമല്ലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നവരോട് പറയണതാണ്, നമുക്ക് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ട് പറയണതാണ് കേട്ടോ. നിങ്ങൾ മേക്കപ്പ് ഓരോന്ന് ചെയ്ത് അതിൻ്റെ മേളിക്ക് പെട്ടെന്ന് ബിൽഡ് ചെയ്തെടുക്കാതെ അതിന് ഒരു സമയം കൊടുത്ത് അതൊന്ന് ഉണങ്ങാനുള്ളൊരു ടൈമൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേക്കപ്പ് കുറച്ചും കൂടി നല്ല രീതിക്ക് ഒരു ഫ്ലോലെസ് ഫിനിഷിങ്ങും കിട്ടും. അതുപോലെ തന്നെ ഒരു ലാസ്റ്റിങ് ഭയങ്കരമായിരിക്കും. ഞാൻ അനുവിൻ്റെ ഒത്തിരി സമയം എടുത്തിട്ട് മേക്കപ്പ് ചെയ്ത് അതിൻ്റെ തന്നെ ഒരു റിസൾട്ടായിരുന്നു. ഭയങ്കരമായിട്ട് ലാസ്റ്റിങ് ചെയ്തു എന്ന് പറഞ്ഞത്. ഞാൻ അനുവിൻ്റെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ഒരു അനീത്തിയുടെ ചെയ്തു. അപ്പോഴേക്കും അനുവിൻ്റെ ഫൗണ്ടേഷൻ സെറ്റായി. അതിൻ്റെ മുകളിലാണ് പൗഡർ സെറ്റിങ് കൊടുത്തത്. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ഒത്തിരി സമയം എടുത്ത് ചെയ്തപ്പോൾ ആ മേക്കപ്പ് വന്നിട്ട് ലാസ്റ്റ് വന്നപ്പോൾ ഭയങ്കര ഫിനിഷിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഐ മേക്കപ്പ് ഇതുപോലെ ഒരു നമ്മുടെ ടാർട്ടിൻ്റെ കൺസീലർ വെച്ചിട്ട് ഐ ബേസ് കൊടുത്തു. പക്ഷെ നല്ല കണ്ണാണ് കേട്ടോ, നല്ല വലിയ ഉണ്ട കണ്ണായിരുന്നു. നമുക്ക് ഒത്തിരി സമയം ഒത്തിരി ഐ മേക്കപ്പ് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട്. അങ്ങനത്തെ കണ്ണൊക്കെ കിട്ടുമ്പോൾ ചെയ്യാൻ നല്ലൊരു ഇതാണ്. നമുക്ക് ചെറിയ കണ്ണിനേക്കാൾ എപ്പോഴും വലിയ കണ്ണുകൾ കിട്ടണതാണ് കേട്ടോ എപ്പോഴും നല്ലത്. പിന്നെ അനുവിൻ്റെ പൊട്ട് കുത്തുന്ന ഭാഗത്തൊരു പാടുള്ളത്
അതൊരു മറുകല്ല, പണ്ട് പൊട്ട് കുത്തി കുത്തി എന്തോ ഒരു അലർജി വന്നതാണ്. ഈ ഗമ്മിൻ്റെ എന്തോ ഒരു സൈഡ് എഫക്റ്റാണ്. അവിടെ അങ്ങനെ ഒരു ഷെയ്ഡ് ഉണ്ട്. പിന്നെ മുഖത്ത് അത്യാവശ്യം പിമ്പിൾസിൻ്റെ ഒരു മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മളിതാ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഐ പൗഡർ സെറ്റിംഗ് കൊടുത്തായിരുന്നു കേട്ടോ. ഞാൻ പാറ്റ് മക്രാത്ത് ലാബ്സിൻ്റെ ഐ പൗഡർ വെച്ചിട്ടാണ്, മറ്റേ കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുത്തത്. അത് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും പൗഡറോട് നല്ലതുപോലെ നമ്മൾ ഐ സെറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഐയുടെ അവിടെ കുറച്ചൊരു ഓയിലി ആയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡായി മൊത്തം എന്തൊരു മിക്സായിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഐ നല്ലപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ പാറ്റ് മക്രാത്ത് ലാബ്സിൻ്റെ ഈ പൗഡർ വെച്ചിട്ട്, കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് നല്ലതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു ലൈറ്റ് ഷെയ്ഡൊക്കെ കൊടുത്ത് ഒരു ചെറിയ സ്മോക്കിയാണ് കേട്ടോ കൊടുത്തത്. പിന്നെ ഹെയർ വന്നിട്ട് ഫുൾ അയണിങ്ങും ക്രിമ്പിങ്ങും ചെയ്തിട്ട് ഞങ്ങൾ പല രീതിയിലും ഒന്ന് ചെയ്ത് നോക്കി. അപ്പോഴും ഈ പറഞ്ഞ പോലെ ആൾ പറഞ്ഞു എനിക്ക് ലൂസായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കേൾസ് ഇട്ട് തന്നാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കേൾസ് ഓൺ ഹെയറിൽ ചെയ്യുന്നത് ലാസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ഓൾറെഡി വെയിൽ വെക്കുന്നത് കൊണ്ട് ആ പ്രശ്നമില്ല. പിന്നെ സാരി ഡ്രൈപ്പിംഗ് പക്കയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ചേച്ചിയാണ് കേട്ടോ ഉടുപ്പിച്ച് കൊടുത്തത്. അടിപൊളിയായിട്ട് തന്നെ ചേച്ചി ഉടുപ്പിച്ച് കൊടുത്തായിരുന്നു. നമ്മൾ തലേ ദിവസം തന്നെ പ്ലീറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടുപ്പിക്കാനും പറ്റിയായിരുന്നു. പിന്നെ നമ്മുടെ ഹുദ്ദയുടെ ന്യൂഡ് പാലറ്റിൽ നിന്ന് ഒരു ഷെയ്ഡ് എടുത്തിട്ട്, ആളുടെ സാരി വന്നിട്ടൊരു ഉള്ളിത്തൊണ്ട് കളറായിരുന്നു. അപ്പം നമ്മൾ അതുകൊണ്ട് ആ ഒരു ഷെയ്ഡിൽ തന്നെ പിടിച്ച് നമ്മളൊരു ബേസൊക്കെ കൊടുത്ത്, ക്രീസ് ലൈനൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്ത്, പിന്നെ ഒരു പിങ്ക് കൊടുത്ത് ഒരു ഷിമ്മർ കൊടുത്തായിരുന്നു. ഞാൻ നമ്മുടെ സെഫോറയുടെ ഒരു ഷിമ്മറാണ് കൊടുത്തത്. പക്ഷെ എനിക്കതിനത്ര ഒരു പിഗ്മെൻറ്റേഷൻ അങ്ങനെ ഫീൽ ചെയ്തില്ല. ഒരു വൈറ്റ് ഒരു ചെറിയ സിൽവർ ഷെയ്ഡാണ് കൊടുത്തത്. പക്ഷെ അതെനിക്കത് അത്ര ഭംഗി തോന്നിയില്ല. അപ്പം ഞാൻ വീണ്ടും ഹുദ്ദയുടെ പാലറ്റിലത്ത് തന്നെ ഒരു ഷിമ്മർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തത്. കാരണം എനിക്ക് അതാണ് കുറച്ചും കൂടി ഒരു ഇതായിട്ട് തോന്നിയത്. പിന്നെ ഐ ബോളിൻ്റെ മുകളിൽ നമ്മൾ കൊടുത്ത കളർ കുറച്ചും കൂടി ഡാർക്കായിരുന്നു. ഒരു ഡാർക്ക് പിങ്ക് കൊടുത്തു. ദെൻ ഞാൻ നല്ലതുപോലെ ഒരു എഴുതി കൊടുത്തിട്ട് നമ്മുടെ പിക്സിയുടെ കാജലാണ് തോന്നുന്നു ഞാൻ ചെയ്തത്. ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇത് കാണുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ണ് കാണാനായിട്ട് കുറച്ചും കൂടി ഒന്ന് പോപ്പ് ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അതുപോലെ തന്നെ ഐ മേക്കപ്പിൻ്റെ ഐ മേക്കപ്പിൻ്റെ ഒരു സ്മോക്കി ഐ മേക്കപ്പും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വേഗം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്ലോഡ് ചെയ്യാമെന്ന് പറയും, പക്ഷെ നമുക്ക് ഈ ഇത് കൊച്ചുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇത് നടക്കുന്നില്ല, എഡിറ്റിങ്ങും കാര്യങ്ങളും നടക്കുന്നില്ല. അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് വൈകുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു ഐ മേക്കപ്പ്. മുടി കാണുന്ന പോലെ ഇല്ല കേട്ടോ, നല്ലതുപോലെ ഉണ്ടായിരുന്നു അയൺ ചെയ്യാനായിട്ട്. പിക്സിയുടെ കാജൽ കൊണ്ട് ജസ്റ്റ് ഒരു ലൈൻ ചെയ്തിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്യണ ബ്രഷ് കൊണ്ട് നല്ലപോലെ സ്മഡ്ജ് ചെയ്ത് കൊടുത്തു കേട്ടോ. സ്റ്റിക്കറും ഒട്ടിച്ചിട്ടുണ്ട് സൈഡിൽ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഐയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെയിലും കാര്യങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം നല്ലൊരു വലിയ സ്മോക്കിയാണ് ചെയ്തത്. കാരണം വലിയ കണ്ണായതുകൊണ്ട് വലിയ സ്മോക്കി ചെയ്താലും ഭംഗി ഉണ്ടാവും. പിന്നെ ഷിമ്മറും കൂടെ വരുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റ്. അപ്പോൾ ഇത് ഏത് ബ്രഷാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനത്തെ ബ്രഷാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കേട്ടോ അതിനകത്തുള്ളത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇടാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി സമയം പോകും. അത് കാരണം ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇട്ടില്ല കേട്ടോ. നല്ലതുപോലെ തന്നെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു ഡാർക്ക് പിങ്കും കൂടെ ഇതിൻ്റെ മുകളിലിട്ടിട്ട് അത് രണ്ടും കൂടെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്ത്. അപ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഷിമ്മർ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ലൈനർ വെച്ചിട്ട് നല്ലതുപോലെ എഴുതി കൊടുത്തു. പിന്നെ ഞാൻ മസ്കാര അപ്ലൈ ചെയ്തത് നമ്മുടെ ഷാർലറ്റ് ടിൽബറി ആണ് കേട്ടോ. കാരണം ഫേക്ക് ലാഷസ് ഒന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷാർലറ്റിൻ്റെ ആ ഒരു മസ്കാര അടിപൊളിയാണ്. അപ്പോൾ നല്ലതുപോലെ മസ്കാര അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഞാനൊന്നിങ്ങനെ ബിൽഡ് ചെയ്തെടുത്തു. മസ്കാര തന്നെ ഇങ്ങനെ കുറച്ച് നേരം ഓടിച്ച് വിട്ടിട്ടാണ് കേട്ടോ ചെയ്തത്. കാരണം അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കണ്ണുകൾ കാണാനായിട്ട്. ഇതാണ് ഞാൻ സെഫോറയുടെ പറഞ്ഞത്. പക്ഷേ എനിക്ക് ആ പിഗ്മെൻറ്റ് ആ ഒരു ഷിമ്മർ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഹുദ്ദയുടെ പാലറ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തിട്ട് ചെയ്തത്. ഇത് ടു ഫേസിൻ്റെ സ്കെച്ച് ലൈനറാണ്. ഇതുകൊണ്ട് ഒരു ലൈൻ നമ്മുടെ ആ ഒരു ലൈൻ നമ്മുടെ ലാഷസ് നിൽക്കുന്ന ആ ലൈൻ ഒന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാലാണ് ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ രണ്ട് കണ്ണും അതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ ആ ചേച്ചിനെ കൊണ്ട് ഞാൻ വേഗം മസ്കാര ഇടിപ്പിച്ചിട്ടു. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ അമ്മയ്ക്ക് ചെറുതായിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് മേക്കപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു. ആൻറ്റിയുടെ ഫേസിൽ നല്ലതുപോലെ ഇങ്ങനെ പണ്ടത്തെ ഒരു പിഗ്മെൻറ്റേഷൻ നല്ല പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിക്കും ചെയ്ത് കൊടുത്തു. പക്ഷേ ആൻറ്റിക്ക് നല്ല രസമുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. വളരെ ലൈറ്റ് മേക്കപ്പ് ചെയ്തത്, പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ദെൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു കേട്ടോ. മോയ്സ്ചറൈസർ വന്നിട്ട് എംബ്രിയോലൈസ് ആണ്. എംബ്രിയോലൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓൾ സ്കിന്നിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ്. അപ്പം അത് ഞാനത് നല്ലതുപോലെ ഫേസിൽ ഡോട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്തു. കാരണം എൻ്റെ ഈ സീസണിൻ്റെ ആണെന്നുകൊണ്ട് എൻ്റെ കൈ നല്ല ഡ്രൈ ആണ്. കൈ വന്നിട്ട് ഡ്രൈ ആയതുകൊണ്ട് കൈ കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൈ തന്നെ കുറേ അത് വലിച്ചെടുക്കും. അപ്പോൾ ഞാൻ ബ്രഷ് കൊണ്ട് നല്ലതുപോലെ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്തെടുത്തു. ആളുടെ സ്കിന്ന് ഡ്രൈ ആണ്. എന്നിട്ട് ഞാനൊരു 5 മിനിറ്റോളം അത് സ്കിന്നിലേക്കൊട്ടൊന്ന് അബ്സോർബ് ആവും നല്ലപോലെ വെയിറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ ആൻറ്റിയുടെ മേക്കപ്പും ഫിനിഷ് ചെയ്തു. ആൻറ്റിക്ക് ചെറുതായിട്ടൊരു ഹെയറും ചെയ്ത് കൊടുത്തായിരുന്നു. സാരി ഡ്രേപ്പിങ്ങും ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫേസിലോട്ട് ഇതൊക്കെ പിടിക്കും. നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ഇത് വെറ്റായിട്ടിരിക്കുന്നതിൻ്റെ മുകളിൽ നമ്മളൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു അത് പിടിച്ചിട്ടുണ്ടല്ലോ. നമുക്കറിയാം ഒരു സാധനം ഇപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാലുള്ള ഒരു ഇതും അതുകൊണ്ടാണല്ലോ ഡ്രൈ ആയിട്ടിരിക്കുന്ന ചുമരുമ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ചാലും ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ എപ്പോഴും ഇത് എല്ലാം സ്കിന്നിലോട്ട് വലിഞ്ഞതിന് ശേഷം ചെയ്യാൻ നോക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ചേച്ചി അതിൻ്റെ ഇടയിൽ ക്രിമ്പിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് എല്ലാം ഇതിൻ്റെ ഇടയിൽ ഈ 4 മണിക്കൂർ കറക്റ്റ് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അവർ പറഞ്ഞ സമയത്ത് നമ്മൾ അവരെ വീട്ടിലേക്ക് വിടുകയും ചെയ്തു. നല്ലതുപോലെ മോയ്സ്ചറൈസർ സ്കിന്നിലോട്ട് വലിഞ്ഞിട്ട് ഞാൻ പിന്നെ കൺസീലിങ്ങും കളർ കറക്റ്ററൊക്കെ യൂസ് ചെയ്ത്. കളർ കറക്റ്ററൊന്നും യൂസ് ചെയ്തില്ല. ഇപ്പോൾ ചിലർ പറയാറുണ്ട് നമ്മൾ മേക്കപ്പിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കളർ കറക്റ്റിങ്. അതായത് കളർ കറക്റ്റിങ് ചെയ്യുന്നത് പ്രോപ്പറാണ്, എടുക്കുന്ന ഫൗണ്ടേഷൻ പ്രോപ്പറാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗ്രേ ആവില്ല മേക്കപ്പ് വന്നിട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് മാക്കിൻ്റെ ഒരു 6 കളർ പാലറ്റൊക്കെ കിട്ടും നമുക്ക് ഷെയ്ഡുകൾ. ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ ടു ഫേസ് അല്ലെങ്കിൽ ടാർട്ടോ അവരുടെ ഷെയ്ഡിനേക്കാളും 2 ഷെയ്ഡ് അല്ലെങ്കിൽ 1 ഷെയ്ഡ് ഡാർക്കർ വെച്ചിട്ട് ഞാൻ കൺസീൽ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഓക്കെ ആയിട്ട് തോന്നാറുണ്ട്. എന്നാൽ ചിലവർക്ക് അത് ഓക്കെ ആവാറില്ല. അപ്പം നമ്മളതനുസരിച്ച് ചെയ്യും. അപ്പം ഞാൻ അനുവിന് ഈ പറഞ്ഞ പോലെ അനുവിൻ്റെ സ്കിന്നിനേക്കാളും 1 ഷെയ്ഡ് ലൈറ്ററായിട്ടുള്ള ഡാർക്കർ ആയിട്ടുള്ള കൺസീലർ വെച്ചിട്ട് ഇത് ചെയ്തു. ടു ഫേസിൻ്റെ ആണ് കേട്ടോ. ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ ആളുടെ സ്കിന്ന് വന്നിട്ട് ഒരു ഈവൺ ഇതിൽ കിട്ടിയായിരുന്നു നമുക്ക്. അതിൻ്റെ മുകളിൽ ഞാൻ ആണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതൊരു 2 ഷെയ്ഡ് ലൈറ്റർ ഇട്ട് കൊടുത്തു ഫൗണ്ടേഷൻ. അപ്പോൾ സ്കിൻ ടോൺ വന്നിട്ട് കറക്റ്റായിരുന്നു. നമുക്കൊരു ഗ്രേ ആവേ അല്ലെങ്കിൽ ഒരു ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഓറഞ്ച് കറക്റ്റർ കൊടുക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട്, നമ്മൾ ഓറഞ്ച് കറക്റ്ററിനെ ഒന്ന് മിനിമലാക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ലൈറ്റർ ഷെയ്ഡാണെങ്കിൽ ഓറഞ്ച് കുറച്ച് നേരമേ പ്രൊജക്റ്റ് ചെയ്ത് വരും. പിന്നെ ഇതിനകത്ത് ഞാൻ ഈ ഡാർക്കർ കൊടുത്തിട്ട് ഒന്ന് നോർമലിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടൊരു സെയിം സ്കിൻ ടോണിലുള്ള ഒരു കൺസീലർ, അതിൻ്റെ ഒരു ലൈറ്ററും കൂടെ ഒരു ഷെയ്ഡും കൂടെ കൊടുത്തായിരുന്നു കേട്ടോ കൺസീലർ. അതിൻ്റെ മുകളിലാണ് ഫൗണ്ടേഷൻ ഇട്ടത്. അപ്പോഴാണ് കേട്ടോ സ്കിൻ ടോൺ ഇതായത്. ഞാൻ പെട്ടെന്ന് അത് മറന്നു പോയതുകൊണ്ടാണ് കേട്ടോ, പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഈ ടു ഫേസിൻ്റെ തന്നെ ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു ലൈറ്റർ ഇട്ട് കൊടുത്തു. അപ്പോൾ കൺസീലിംഗ് പക്കയായിരുന്നു. പിന്നെയാണ് ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തത്. ഫൗണ്ടേഷൻ ഷാർലറ്റാണ് ഇട്ട് കൊടുത്തത്. കാരണം നമുക്ക് നല്ല ലാസ്റ്റിംഗ് ആണ്. എനിക്ക് കുറച്ചും കൂടി ഒരു ഗ്ലോ എഫക്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കൊരു ഗ്ലോ ഫിനിഷിങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ചെറിയ ഗ്ലോയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് കേട്ടോ യൂസ് ചെയ്തത്. ചെറിയൊരുതായിട്ടൊരു മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഷാർലറ്റ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇപ്പോൾ തന്നെ ആ ഒരു ഡാർക്ക് സർക്കിൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈഡ് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആളുടെ ആ പൊട്ടിൻ്റെ ആ ഒരു ഷെയ്ഡൊക്കെ അത് കണ്ടപ്പോൾ തന്നെ ആൾ പറഞ്ഞു ആൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്നിട്ട് പറയണേ. അപ്പോൾ ഞാൻ ഹാപ്പി. അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഓക്കെ ആവുമല്ലോ. കാരണം ഇതൊന്നും ചെയ്യാതെ തന്നെ അവർ ഓക്കെ ആയി, മേക്കപ്പ് എനിക്ക് ഇഷ്ടമായി ചേച്ചി ഒക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ഞാനിതാ ഒരു ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്നും കൂടെ റൗണ്ട് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫൗണ്ടേഷൻ ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഓക്കെയാണ്, ഈ ഷെയ്ഡ് മതി എന്ന് പറഞ്ഞു. കാരണം നമ്മളെപ്പോഴും എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നതാണ് ഈ ഗ്രേ വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളവരോട്. നമ്മൾ സെയിം സ്കിൻ ടോൺ ചെയ്യുമ്പോൾ ചിലവർക്ക് അത് ഓക്സിഡൈസ് ആയി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും അവരുടെ സ്കിൻ ടോണിനേക്കാളും
2 ഷെയ്ഡ് ലൈറ്റർ കൊടുക്കുക. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അതൊരു ഓക്സിഡൈസ് ആയാലും ഒരു ഷെയ്ഡ് ലൈറ്റർ കൂടി നിൽക്കുമ്പോൾ അത് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഷാർലറ്റിൻ്റെ ഒരു മീഡിയം ഇതാണ് എടുത്തത്. അത് ആൾക്ക് സ്കിൻ ടോൺ വന്നിട്ട് പക്കയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫാൻ വെച്ച് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ചെയ്തെടുത്തു. ഈ ഷെയ്ഡ് കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ ഒന്ന് ബ്രൈറ്റ് ആവും. അപ്പോൾ അവരുടെ സ്കിൻ ടോണിൽ പക്കയായിട്ട് നിൽക്കും. ലിപ്സ്റ്റിക്ക് വന്നിട്ട് നമ്മളൊരു റെഡിഷ് കളർ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ടായിരുന്നു. നമ്മുടെ മാക്കിൻ്റെ ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് K2P വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തത്. K2Pയുടെ പ്രത്യേകത വന്നിട്ട് ഭയങ്കര ഒരു ലോക്കിംഗ് ആണ്. നമ്മൾ ആ ഒരു പൗഡർ സെറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ലോക്കാണ്. അത് പിന്നെ എത്ര നമ്മൾ വേർത്താലും അങ്ങനെ ഒന്ന് മേക്കപ്പ് പെട്ടെന്ന് നമ്മൾ ചെയ്തേക്കുന്ന ബേസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ K2P പൗഡർ പിന്നെ അനക്കൂല അതിന്. അപ്പോൾ ഞാൻ K2P വെച്ചിട്ട് ചെയ്തായിരുന്നു. കാരണം ആൾക്ക് ലാസ്റ്റിങ് നിർബന്ധമായിരുന്നു. കാരണം ആളുടെ എൻഗേജ്മെൻറ്റിൻ്റെ മേക്കപ്പ് ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ആൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞു ആൾ. അപ്പോൾ നമ്മൾ ഓൾ ഓവർ സ്കിന്നിൽ ഫൗണ്ടേഷനും അപ്ലൈ ചെയ്തു. പിന്നെ ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വിട്ടുപോയത്. നമ്മൾ മാക്കിൻ്റെ K2Pയുടെ പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഹൂലയുടെ ബ്രോൺസർ വെച്ചിട്ട് നമ്മൾ ബെനിഫിറ്റിൻ്റെ ഹൂല ബ്രോൺസർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നല്ലതുപോലെ ജോ ലൈൻസും നോസും നമ്മൾ കോണ്ടോറിങ് ചെയ്തായിരുന്നു. നമ്മൾ ഒരു ചെറിയൊരു ഡ്യൂയി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു ക്രീം ബ്ലഷാണ് കേട്ടോ അപ്ലൈ ചെയ്തത്. മൈ മേക്കപ്പ് സ്റ്റോറിയുടെ ഒരു ക്രീം ബ്ലഷ് നല്ലതുപോലെ നമ്മൾ കൊടുത്തു. ഹൈലൈറ്റർ വേണ്ടാന്ന് പറഞ്ഞിരുന്നു. ഹൈലൈറ്റിങ് കൊടുക്കുമ്പോൾ ഓൾറെഡി ഒന്നും കൂടി ഒരു ചബ്ബി ഫീലിംഗ് വരുന്നതുകൊണ്ട് നമ്മൾ ഹൈലൈറ്റിങ് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയായിരുന്നു മേക്കപ്പ്. പിന്നെ നമ്മളൊരു ലിപ്സ്റ്റിക്കും കൊടുത്തു. ഫൗണ്ടേഷൻ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മൾ വീഡിയോ ഓൺ ആണെന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ടിരുന്നു, പക്ഷേ വീഡിയോ കട്ട് ചെയ്ത് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കി വന്ന വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് സ്കിൻ ടോണിനേക്കാളും 2 ഷെയ്ഡ് ലൈറ്ററാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നും കൂടി ബ്രൈറ്റ് ആവും. പക്ഷെ നല്ല ഭംഗിയായിരിക്കും. മൊത്തത്തിൽ ഒന്ന് സ്കിന്നിലോട്ടൊക്കെ പിടിച്ച് ഒന്ന് സ്വെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാനായിട്ട് ഒന്ന് വേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾ ഓവർ നെക്കും കൊടുത്തു, ബാക്കിലും കൊടുത്തു. കാരണം ആളുടെ നെക്കിൻ്റെ അവിടെയൊക്കെ നല്ലതുപോലെ ഒരു കറുപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ലതുപോലെ തന്നെ കൊടുത്തു കേട്ടോ. ഇയറിലും കൊടുത്തു. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോഴും നോർമലി ബാക്കിലും ഇയറിലൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ 2 ഷെയ്ഡായിട്ട് നിൽക്കും കേട്ടോ. ഒത്തിരി ബ്ലാക്ക് ആയിട്ടുള്ളവർക്ക് കഴുത്ത് ചില സമയത്ത് ബ്ലാക്ക് ആയിട്ട് തന്നെ ഒരു ചെറിയൊരു വേറെ ഷെയ്ഡിലേക്ക് നിൽക്കും. പക്ഷേ അനുവിൻ്റെ കഴുത്തിൻ്റെ ഒരു വട്ടത്തിൽ മാത്രമാണ് കേട്ടോ അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ നമ്മളത് നല്ലോണം കൺസീൽ ചെയ്തായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ ഇത് ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലപോലെ ഡ്രൈ ചെയ്ത് ഒരു ½ ആൻ അവർ കഴിഞ്ഞിട്ടാണ് ഞാനും സെറ്റിംഗ് പൗഡർ കൊടുത്തത്. അപ്പോൾ ആ ഒരു വെറ്റ്നെസ്സൊക്കെ കുറഞ്ഞ് നല്ലപോലെ പൗഡർ പിടിച്ചായിരുന്നു, ലോക്കായിരുന്നു നല്ലപോലെ. പിന്നെ ബ്രോൺസറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ജോ ലൈൻസൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഹെയർ കുറേ സ്റ്റൈലിങ് ചെയ്ത് നോക്കിയപ്പോൾ ആൾക്ക് മാച്ചായിട്ട് തോന്നിയത് അഴിച്ചിട്ടിട്ട് തന്നെയായിരുന്നു. ആൾക്ക് കംഫർട്ട് അതായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു അത് ചേച്ചിയാണ് കേട്ടോ ചെയ്തതിനെ ഹെൽപ്പ് ചെയ്യണ ചേച്ചിയാണ് ചെയ്തത്. ചേച്ചിനെ സാരി കുടിപ്പിച്ച് കൊടുത്തു. ചേച്ചി ഇതുപോലെ ഹെയറൊക്കെ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ മതിയെന്ന് ആൾ പറഞ്ഞു. ആളുടെ കംഫർട്ടിനാണ് കേട്ടോ നമ്മൾ ഹെയർ ചെയ്തത്. കാരണം ആൾക്ക് അതിനകത്തൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അനിയത്തിമാരുടെ ഹെയറിൽ ബണ്ണൊന്നും യൂസ് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ബൺ സ്റ്റൈൽ പോലെ തന്നെ ചെയ്ത് കൊടുത്തു. ഇതൊക്കെ എനിക്ക് ആ ചേച്ചിയാണ് കേട്ടോ ചെയ്തതെന്ന് ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിയാണ്, സ്റ്റാഫാണ് എൻ്റെ. ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ യൂപ്പിന് ചെയ്തു. പിന്നെ നമ്മൾ ജസ്റ്റ് അവരുടെ ഹെയർ ഒന്ന് അയൺ ചെയ്തായിരുന്നു. ഇത് നമ്മൾ ചെയ്ത ലൈറ്റ് മേക്കപ്പാണ് കേട്ടോ, ഞാൻ ചെയ്ത ലൈറ്റ് മേക്കപ്പ്. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഇതൊക്കെ ഓണാണെന്ന് വിചാരിച്ചു. ഇതിൻ്റെയൊക്കെ ഒരു ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ലൈറ്റ് മേക്കപ്പാണ്. പിന്നെ ഹെയർ ഇതുപോലെ ചെയ്ത് കൊടുത്ത് ഒരു ഫ്ലവറും വെച്ച് കൊടുത്തു. അനീത്തിയൂട്ടിയുടെ ഓൾറെഡി അവർ ബട്ടർഫ്ലൈ ഹെയർ കട്ട് ചെയ്തേക്കായിരുന്നു. അപ്പോൾ നമ്മളോട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്ലോ ഡ്രൈ സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഷൈൻ സ്പ്രേയും ഒരു ഫിക്സിങ് സ്പ്രേ അടിച്ചു കൊടുത്തു. പിന്നെ വെയിൽ അവർ നോർമൽ കട്ട് ചെയ്ത് നെറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് വെക്കാൻ ക്ലിപ്പോ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒരു ഫ്ലവർ വെച്ച് കൊടുക്കുക ചെയ്തത്. സാരി നല്ലതുപോലെ അയൺ ചെയ്തായിരുന്നു. സാരി അനങ്ങിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അനീത്തിമാരുടെ മേക്കപ്പ് ഇങ്ങനെയാണ്. പുറത്താണെങ്കിൽ നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. എൻ്റെ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. എനിക്ക് ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനത് എൻ്റെ ഇൻസ്റ്റയിൽ ഇടാം കേട്ടോ. ഇൻസ്റ്റ നോക്കാത്തവരൊന്നും നോക്കിയോളൂ. സെയിം പേര് തന്നെയാണ്, ടീൻസ് മേക്ക് ഓവർ തന്നെയാണ് വരുന്നത്.
അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.